ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നത് അലാം പോലും വെക്കാതെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിളികളുടെ സൗണ്ട് കേട്ടിട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടിലെ ബാൽക്കണിയിലാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയാണ്. എല്ലാ റൂംസിനും ഇതുപോലെയുള്ള ബാൽക്കണീസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ ഇതാണ്. ഈ റിസോർട്ട് വരുന്നത് ഊട്ടിയിലെ ദൊഡ്ഡപേട്ട പീക്കിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്നെ ഊട്ടിയിലെ അടിപൊളി വാലി വ്യൂ ആസ്വദിക്കാം. ഈ കാഴ്ചകളും ചെറിയ തണുപ്പും ഈ കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് ഈ ബാൽക്കണിയിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ റിസോർട്ടിനെ ബ്യൂട്ടിഫുൾ റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, രാത്രിയായി കഴിഞ്ഞാൽ ഇവിടെ വൈൽഡ് ആനിമൽസൊക്കെ വരാറുണ്ട് അത്ര. അതുകൊണ്ടാണ് ഈ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ റിസോർട്ടിൻ്റെ ഒരു ഹൈലൈറ്റ്, ഈ റിസോർട്ടിന് ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്നുള്ള സൺസെറ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ റിസോർട്ടിലെ കാഴ്ചകളാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങളുടെ കൊച്ചു തിരക്കുകളിൽ നിന്നും നമ്മുടെ നാട്ടിലെ ചൂടിൽ നിന്നൊക്കെ മാറി എവിടെയെങ്കിലും 2 ദിവസം ഒന്ന് റിലാക്സ് ചെയ്യണം എന്നുള്ളത് കുറച്ച് ദിവസമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യൂക്കാലി തോട്ടങ്ങളും നല്ല പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടവും നീലാകാശമൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ യാത്ര പോകുന്നത് ഊട്ടിയിലേക്കാണ്. ഊട്ടിയിലിപ്പോൾ ചൂടാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് അധികം പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. പക്ഷേ ഊട്ടിയിൽ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ചെറിയ മഴയൊക്കെ ആയതുകൊണ്ടാവാം അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് യാത്ര ചെയ്തപ്പോഴേക്കും ഊട്ടി ട്രിപ്പിലെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ സ്വീറ്റ് കോണും ക്യാരറ്റൊക്കെ വാങ്ങിക്കുക. അതിനായിട്ടൊരു ചെറിയ സ്റ്റോപ്പ് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഊട്ടിയിലെ മനോഹരമായ ഈ ടെറസ്ഡ് ഫീൽഡ്സൊക്കെ കണ്ട് യാത്ര ചെയ്ത് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു ലേക്ക് കണ്ടപ്പോൾ അവിടെയും കുറച്ച് നേരം ബ്രേക്ക് എടുത്ത് അതിനുശേഷം ഞങ്ങൾ ഊട്ടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ വന്നത് ഊട്ടിയിലെ ഫേമസ് ആയിട്ടുള്ള മോഡീസ് കഫേയിലെ ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് മാത്രമല്ല കേട്ടോ, അവിടെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഐസ്ക്രീംസും ഒരുപാട് ബേക്കറി ഐറ്റംസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഫേമസ് ആയിട്ടുള്ള മോഡീസ് കഫേയിലെ ഹോട്ട് ചോക്ലേറ്റ്. ഇത് ഹൈപ്പിനനുസരിച്ച് ഒരുപാട് ടേസ്റ്റി ആയിട്ടൊന്നും തോന്നിയില്ല, അത്യാവശ്യം ടേസ്റ്റുള്ള ഒരു ഹോട്ട് ചോക്ലേറ്റ് അത്രേ തോന്നിയുള്ളൂ. അതുകൂടാതെ തന്നെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീംസും കുറച്ച് ബ്രൗണീസും കേക്ക്സൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ്. സാധാരണ നമുക്ക് ഊട്ടിയിലൊക്കെ കിട്ടുന്ന ചോക്ലേറ്റ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് നല്ല ടേസ്റ്റിയാണ്. ഒരുപാട് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. പക്ഷേ കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. എന്നാലും ഊട്ടിയിൽ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് റിസോർട്ടിലെ വിശേഷങ്ങളിലേക്ക് വരാം. നേരത്തെ നമ്മൾ ഇൻട്രോയിൽ കണ്ട നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് രാവിലത്തെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും മോനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്തതായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പരിപ്പ് വട, അതുപോലെ തന്നെ 2 ടൈപ്പ് ഫ്രഷ് ജ്യൂസസ് ഉണ്ടായിരുന്നു. പിന്നെ ഇഡ്ലിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയും വെളിച്ചെണ്ണയാണ് ഇത്. ഇഡ്ലി കഴിഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. ഉപ്മാവ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇഡ്ലിക്ക് ആവശ്യമുള്ള സാമ്പാർ, ചട്നീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂരി ഉണ്ടായിരുന്നു, പൂരി ബാജി. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്, ബട്ടർ ജാം, പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലേക്സ്, ടീ, കോഫി ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നല്ല വെറൈറ്റി ദോശാസ് ലൈവായിട്ട് പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പൊടി ദോശ, ഓണിയൻ ദോശ, അങ്ങനെയുള്ള ദോശാസും ഓംലെറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ലൈവായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസ് വരുന്നത്. നമ്മുടെ ഊട്ടി ടൗണിൽ തന്നെ ദൊഡ്ഡപേട്ട പീക്കിലേക്ക് പോകില്ല, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ റിസോർട്ട് ഉള്ളത്. ഇതാണ് റിസപ്ഷൻ ഏരിയ വരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് നല്ല വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയാണ്. ഊട്ടി ഫ്ലവർ ഷോയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇതാ ഗാർഡൻ്റെ സൈഡിലായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലവർ ഷോയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഒരുപാട് സക്കുലൻസും ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെടികളും പൂക്കളൊക്കെ ഇഷ്ടമാവുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. നല്ല ഭംഗിയായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരിവിടെ പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ടെന്ന്. കാരണം ചെറിയ പോട്ട്സിലായിട്ട് സക്കുലൻസും ഇതുപോലെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഊട്ടിയിലെ ക്ലൈമറ്റിൽ ഇത് നന്നായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ല. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്നുകൊണ്ട് തന്നെ കുറച്ച് നേരം കണ്ടു. ഇനി നമുക്ക് ഈ റിസോർട്ടിലെ തന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഇല്ലേ, അവിടേക്ക് പോവാം. ഈ ഗാർഡൻ്റെ സൈഡിലുള്ള സ്റ്റെയർസ് കയറി വേണം അവിടേക്ക് പോവാനായിട്ട്.
ഇവിടെ ഒരുപാട് കാറ്റഗറി റൂംസ് ഉണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഗാർഡനിലേക്ക് ഫേസ് ചെയ്ത് ഒരു കാറ്റഗറി റൂംസ് ഉണ്ട്, അത് ഗാർഡൻ വ്യൂ റൂംസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ പ്രീമിയം കാറ്റഗറി റൂംസ് ആണ്. അത് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റിലേക്കും ആ വാലിയിലേക്കൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ദാ സ്റ്റേഴ്സൊക്കെ കയറി നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യൂ പോയിന്റ്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ദൊഡ്ഡപ്പെട്ട പീക്കിൻ്റെ ഒക്കെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അത്രയും ഹൈറ്റിൽ നിന്നുള്ളൊരു വൈഡ് വാലി വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് കുറേ ടേബിൾസും ചെയർസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ഒരു ചായ കുടിച്ചിരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഉച്ച ടൈം ആയതുകൊണ്ടാണ്. വൈകുന്നേരം വേറെ തന്നെ ഒരു വൈബാണ്. ഇവിടെ ദാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല പച്ചപ്പ് നിറഞ്ഞ മലനിരകളും തേയിലത്തോട്ടവും അതിനിടയിലൂടെയുള്ള ചെറിയ വഴികളും നല്ല സോപ്പ് പെട്ടി അടുക്കി വെച്ചതുപോലുള്ള വീടുകളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇതുപോലുള്ള ചെറിയ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഡാമോ റിസർവയറോ എന്തോ കാണാം. ഇതാ ഇത്രയും ഹൈറ്റിൽ ഈ കുന്നിൻ്റെ മുകളിലായിട്ടാണ് റിസോർട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും വൈഡായിട്ട് നല്ല ഭംഗിയുള്ള വ്യൂ കിട്ടുന്നത്. ഇപ്പം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് മെയ് ടൈമിലാണ് കേട്ടോ. എന്നിട്ട് ഇത്ര ഭംഗി ഉണ്ടെങ്കിൽ നല്ല മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല പച്ചപ്പായിട്ട് നല്ല അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള സൺസെറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സൺസെറ്റ് ടൈമിലെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. നല്ല തട്ടായി നിൽക്കുന്ന മലനിരകളും താഴ്വാരത്ത് കത്തി നിൽക്കുന്ന ലൈറ്റും ആകാശത്തിൻ്റെ ആ നിറങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ക്യാമറയിൽ അത് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഊട്ടിയിലെ തണുപ്പും ചെറിയ കാറ്റും കോടയും ഒക്കെ ആയിട്ട് ഈ ഒരു കാഴ്ചയാകുമ്പോഴാണ് അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ചയാണ്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിലേക്ക് രാത്രി ആയി കഴിഞ്ഞാൽ കരടി അതുപോലുള്ള അനിമൽസൊക്കെ വരാറുണ്ട് അത്രേ. അതുകൊണ്ട് തന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഇവരിവിടെ പൂട്ടും ബാക്കി ഏരിയയിലൊക്കെ ഇലക്ട്രിക് ഫെൻസിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാ നമുക്ക് ബാക്കി കാഴ്ചയിലേക്ക് വരാം. ഈ ഒരു സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വേണം ബാക്കി നമ്മുടെ റൂംസിലേക്കൊക്കെ പോകാനായിട്ട്. സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു സ്റ്റെപ്സ് കയറിയിട്ട് മുകളിലാണ് നമ്മുടെ പ്രീമിയം കാറ്റഗറി റൂംസ് വരുന്നത്. ഇത് വേറെ കാറ്റഗറി റൂംസ് ആണ്. ഇത് ഗാർഡനിലേക്ക് ഫേസ് ചെയ്തിട്ടാണ്, പക്ഷേ ബാൽക്കണി ഇല്ല, അങ്ങനെയുള്ള ടൈപ്പ് റൂംസ് ആണ്. പിന്നെ ഈ ഒരു ഫ്ലോറിലും ഇതുപോലെ റൂംസ് കൊടുത്തിട്ടുണ്ട്. ഇതും കഴിഞ്ഞ് മുകളിലേക്ക് കയറി വേണം നമ്മുടെ റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോറിലായിട്ടാണ് പ്രീമിയം കാറ്റഗറി റൂംസ് വരുന്നത്. ഇതിനെല്ലാത്തിനും ബാൽക്കണി ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ കണ്ട ആ വാലിയിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് റൂംസൊക്കെ വരുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് റൂമിലേക്ക് വരാം. റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. ഇവിടെ ടി വി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് വാർഡ്രോബും മിററൊക്കെ ഉണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽസും ഫ്രൂട്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടീ കോഫിയൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഏരിയയും ഇവിടെയാണ് വരുന്നത്. ഇനി വാഷ്റൂമിലേക്ക് വരികയാണെങ്കിൽ വാഷ്റൂമും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഹീറ്ററും ഹെയർ ഡ്രയറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സൺസെറ്റ് ടൈമിലെ ഈ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒന്ന് കാണാം. നല്ലൊരു അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. സ്കൈയിലെ ഈ കളേഴ്സും മലനിരകളും ദൂരെ കോട ഇങ്ങനെ ഇറങ്ങി വരുന്നതും ഒക്കെ ആയിട്ടൊരു അടിപൊളി ഫീലാണ് കേട്ടോ. ഇനി നമുക്ക് റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഡിലൈറ്റ്സ് ഇൻ എന്നാണ് റിസോർട്ടിൻ്റെ പേര്. ഞങ്ങൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് റിസോർട്ടിൽ ഡയറക്റ്റ് വിളിച്ചിട്ടാണ്. ഓൺലൈൻ പ്രൈസസും ഞങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഡയറക്റ്റ് ബുക്കിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രീമിയം കാറ്റഗറി റൂമിന് ഞങ്ങൾക്ക് സ്പെൻഡ് ആയിട്ടുണ്ടായിരുന്നത് 8,000 റുപ്പീസാണ്. ഇതിൽ ടാക്സും അതുപോലെ തന്നെ ബൊഫെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ കോംപ്ലിമെൻ്ററി ആയിട്ടൊരു ക്യാമ്പ് ഫയർ കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ മെയ് 7 മുതൽ ജൂൺ 30 ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇ പാസ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഒന്നുമില്ല, ജസ്റ്റ് ആ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് അതിനുള്ള പെർമിഷൻ എടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ കോംപ്ലിമെൻ്ററി ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. ഡിന്നറിനായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസും ഷെഷ്വാൻ ഫ്രൈഡ് റൈസും അൽഫാമും അതുപോലെ 65 ആയിരുന്നു. 65 അത്ര ഫ്രഷ് ആയിട്ട് തോന്നിയില്ല, ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിരുന്നു.
അങ്ങനെ ഈ ഒരു ഡേ നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.